ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ വടക്കേ നടയാണ്. തിരുവല്ല വലിയമ്പലത്തിൻ്റെ വടക്കേ നടയാണ്. ഇവിടെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ മോരും വള്ളക്കടയുണ്ട്. നമ്മുടെ ഫാസി ചേട്ടൻ്റെ മോരും വള്ളക്കട. നമുക്ക് ഫാസി ചേട്ടൻ്റെ വിശേഷങ്ങളും കൂടെ ഒരു മോരും വെള്ളം കുടിക്കാം. എന്തുവാ വേണ്ടി? ഫാസി ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷങ്ങളൊക്കെ? എന്തോ കുഞ്ഞ, ഇപ്പൊ ഉച്ചയൂണും ഒക്കെ കഴിഞ്ഞ ഞായറാഴ്ചയല്ലേ, ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ വെള്ളങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫാസി ചേട്ടാ, നമ്മുടെ സിനിമയിൽ എത്ര വർഷമായിട്ട് ഫാസി ചേട്ടൻ നിൽക്കുന്നു? ഞാന് 1971 ആണ് എന്റെ ആദ്യത്തെ സിനിമ. അത് പണിമുടക്കെന്ന അതിന്റെ പേര്. പണിമുടക്ക്. അത് മധുച്ചേട്ടനായിരുന്നു ഹീറോ. അദ്ദേഹത്തിന് ഇപ്പൊ 94 വയസ്സുണ്ട്. അന്ന് മധുച്ചേട്ടന് ലക്ഷ്മി, മോഹന്, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ 71 തന്നെയാണ് എം ജി സോമനെ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിനെ ഞാൻ കൊട്ടാരക്കര സേർനാരുടെ സമിതി കൊണ്ടുപോയി അഭിനയിപ്പിച്ചതും ഒക്കെ. 73 സോമൻ സിനിമയിൽ വന്നു. ഫസ്റ്റ് ആയിട്ടാണോ സോമൻ ചേട്ടനെ? അതെ, സിനിമയിലെ പറഞ്ഞ് നാടകരംഗത്ത് ആദ്യം കൊണ്ടുവന്നത്. അതിൽ നിന്ന് ആ സിനിമാ ലോകത്തേക്ക് വന്നത്. എത്രത്തോളം സിനിമകൾ ഇത്രയും നാളുകൊണ്ട് അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 19 മേളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുവല്ലയിലെ ബ്ലെസ്സി സാറുമായിട്ടുള്ള ബ്ലെസ്സി സാറ്, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് ഇവിടെ കടയൊക്കെ ഇട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബ്ലെസ്സി സാർ ഇങ്ങനെ കാഴ്ച എന്നും പറഞ്ഞൊരു സിനിമ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അതിന് ഇങ്ങനെ ആളുകളെ അന്വേഷിച്ചിരുന്നപ്പോ ആരോ പറഞ്ഞു, ഇങ്ങനെ അമ്പലത്തിന്റെ അവിടെ കട നടത്തുന്ന ഒരു ചേട്ടന് ഇങ്ങനെ സോമേട്ടന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ആളാ, പുള്ളി ഇങ്ങനെ ചെറിയ സിനിമകളിയൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് അന്വേഷിക്കുകയും ഞാൻ അങ്ങനെ കാഴ്ച എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോവുകയുമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 8 സിനിമ എടുത്തു. കാഴ്ച, തന്മാത്ര, പളുങ്ക്, കൽക്കട്ട ന്യൂസ്, ഭ്രമരം, പ്രണയം, കളിമണ്ണ, ആടുജീവിതം. ആ 8 സിനിമയിൽ അഭിനയിച്ച ഒരു നാളെ ഞാൻ മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് കാഴ്ചയിലെ എന്റെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലെ വിളിക്കും. അങ്ങനെ നമ്മളൊരു പ്രത്യേക ഒരു താല്പര്യം അദ്ദേഹത്തിനോട് ഉണ്ടായി, ഒരു ബന്ധം. ആ ബന്ധം ഇപ്പോഴും തുടരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ, ഫസ്റ്റ് ചേട്ടൻ അഭിനയിച്ച സിനിമകളിൽ ആ കാഴ്ച എന്ന് പറയുന്ന സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നാച്ചുറലായിട്ട് ഒരു കുട്ടനാടൻ പ്രദേശത്ത് നടക്കുന്ന ഒരു കുടുംബജീവിതം, അത് മനോഹരമായ രീതിയിൽ അദ്ദേഹം സംവിധാനം ചെയ്യുകയും മനോഹരമായിട്ട് എല്ലാ കഥാപാത്രങ്ങളും അഭിനയിക്കുകയും, മമ്മൂട്ടിക്കായിരുന്നു അതിനകത്തെ പ്രധാന വേഷം. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരും എല്ലാം നന്നായിട്ട് അഭിനയിച്ചു. അങ്ങനെ ഒരു സിനിമയായിരുന്നു. ആ സിനിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സിനിമയിലെ ആൾക്കാരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ടോ, വരാറുണ്ടോ? ഇല്ല, അവരൊക്കെ എപ്പോഴും ബന്ധപ്പാടുള്ളവരല്ലേ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മുടെ ജയറാം 2 പ്രാവശ്യം അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അതെ, ഒന്ന് ആറന്മുള അദ്ദേഹത്തിന്റെ കണക്ക് വള്ളസദ്യക്ക് വന്നപ്പോ ഇതുവഴി വന്നു. രണ്ടാമത് പിന്നെ വെള്ളപ്പൊക്കത്തിന് അദ്ദേഹം ഈ വസ്ത്രങ്ങളൊക്കെ വിതരണം ചെയ്യാൻ പെരിങ്ങര വന്നപ്പോ ഇവിടെ വന്നു. തിരക്ക് കുറവുള്ള സമയത്താണ് നമ്മൾ സമയം ഭയങ്കര തിരക്കാണ്. വെള്ളം വരുമ്പോ വെള്ളം കൊടുക്കാതിരിക്കാനൊക്കെ എനിക്കൊന്ന് ചെയ്യാൻ തോന്നുന്നു. ഫാസ്റ്റ് ചേട്ടൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. അതെ, സഹായിക്കാൻ. അപ്പം വേറൊരാൾ വന്നു നിന്നാ അവള് നിൽക്കുന്ന അത്ര ഒക്കത്തില്ല. കാരണം ഇതിനെല്ലാം ഓരോ സാധനം ഇങ്ങനത്തെ വാടക്കടയാണേലും ഒരു സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സിഗരറ്റാന്ന് ചോദിച്ചാൽ അവക്കെ അറിയാലോ. വേറൊരാൾ വന്നാൽ അത് കിടന്ന് തപ്പണം. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ. പിന്നെ ഫാസ്റ്റ് ചേട്ടാ, ഫാസ്റ്റ് ചേട്ടന്റെ മോരും വെള്ളമാണല്ലോ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. അതിനെന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടോ? ആൾക്കാരൊക്കെ എപ്പോഴും ഒന്നാമത് ഞാൻ പാക്കറ്റ് വൈദ്യുതി വാങ്ങിക്കുകയില്ല. ഞാൻ പാല് കിട്ടുന്നിടത്തോളം വാങ്ങിച്ച് അത് കാച്ചി ഉറച്ച് വൈകുന്ന പാട് ഉറയ്ക്കും. പോരാഴിക വന്ന അരോമ എന്ന് പറഞ്ഞ ഒരു മിൽക്കുണ്ട്, അത് നെയ്യൊന്നും എടുക്കാത്ത, അത് വാങ്ങിക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. അത് നല്ല രീതിയിൽ അതിന് അച്ചാറും ഒക്കെ ഇട്ട് വൃത്തിയായ രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് ചൂട് സമയത്ത് എപ്പോഴും ആൾക്കാരുടെ വൻ തിരക്കായിരിക്കും. കണ്ടില്ലേ, 2 പാത്രവും ഇതിന് ഒരു ഭരണിയും വിറ്റ് കഴിഞ്ഞു. ഈ പാത്രം തീർന്നു, ഉണ്ടോ? ഈ വലിയ പാത്രം തീർന്നു. ഇനി ഒരു ചെറിയ പാത്രത്തിന്റെ പകുതി ഇരിപ്പുണ്ട്. അപ്പം ഫാസ്റ്റ് ചേട്ടന്റെ തനതായ ശൈലിയിൽ ഒരു മോരും വെള്ളം ഒന്ന് എടുത്തേക്കാവോ? നമുക്കൊന്ന് കഴിക്കാനായിട്ട്. ഒന്നെടുക്ക, നമുക്ക് കഴിച്ചിട്ട്. ഇപ്പൊ എന്റെ കൂടെ നമ്മുടെ അയൽവാസിയും സുഹൃത്തുമായ ജോൺസിച്ചാൻ നമസ്കാരം നമ്മുടെ കൂടെ ഉണ്ട്. അതാ ഞാൻ ഇങ്ങനെ നല്ല മുഖപരിചയം.
ആ ആ അപ്പം ആദ്യം നമ്മുടെ സുഹൃത്ത് ജോൺസിച്ചാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അതെ നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തോണ്ട് ഓരോരുത്തരും Taste. മാറി ടേസ്റ്റ് ചെയ്തോണ്ട് ഒന്ന് ഓഡിയൻസിനെ നോക്കി ഒന്ന് വെറുതെ ഒരു അഭിപ്രായം പറയണം. നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ്. അതെ കാരണം ഒരു എരിവും പുളി എല്ലാം ആ കൂടെ ആ അച്ചാർ എന്താണെന്നറിയാവോ? ഇല്ല, ഇല്ല. 8 ഐറ്റം ചേർന്ന അച്ചാറാണ്. നാരങ്ങ മാത്രം എടുക്കത്തില്ല. സ്പെഷ്യൽ വെറൈറ്റി. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന അല്ല ഒരു അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഞാൻ സ്ഥിരമായിട്ട് വന്ന് ഇവിടെ വന്ന് മോരും വെള്ളം കുടിക്കാറുണ്ട്. നാരങ്ങ ഇനിയും നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തിരിക്കും. ഫേമസ് ആയ സിനിമയിലെ മോരും വെള്ളക്കടയിലും ഫേമസ് ആയിട്ടുള്ള ഫാസ്റ്റ് ചേട്ടനോട് സന്തോഷമുണ്ട് ഇരിക്കും അതിനകത്ത്. നിങ്ങളെയൊക്കെ കാണാനും ഇങ്ങനൊരു സംരംഭത്തിന് നിങ്ങൾ എൻ്റെ അടുക്ക സഹകരിച്ചതിനും വളരെയധികം സന്തോഷം. പ്രേക്ഷകരെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ഡെന്നിസ്.